ആ രാജനോട് 100 തവണ പറഞ്ഞതാ വലിച്ചു കയറ്റിയത് മതിയെന്ന്. ഇപ്പൊ തൂറ്റടക്കവും വയറ്റിളക്കവും. അവൻ കുളമാക്കുവോ? ഒരു കുഴപ്പമില്ലെന്ന്. നിങ്ങളിങ്ങനെ ടെൻഷൻ ആവാതെ, നമ്മൾ റിഹേഴ്സൽ കൊടുത്തതല്ലേ, 2 ഡയലോഗല്ലേ ഉള്ളൂ. നിങ്ങൾ ഇത് വീശു. ബോധമില്ലല്ലോ. ബുൾഷിറ്റ്. കൽപ്പന പോലെ. മോനെ ജാക്സാ. ആ ചേട്ടാ. അതെ പിന്നെ ആ ചേട്ടാ, ഈ പാന്റ് എനിക്ക് പാകല്ല, ഭയങ്കര ലൂസാ. എടാ അത് രാജിന്റെ പാകത്തിന് തയ്ച്ചതല്ലേ, നീ ഒരു പിന്ന് വെച്ചത് അഡ്ജസ്റ്റ് ചെയ്യേ. അതെ, ഇതൊരു സുവർണ അവസരമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് ലോക പ്രശസ്തരായ പലരും വേദിയിൽ കയറിയിട്ടുള്ളത്. ഇത് നിന്റെ ഊഴമാണ്. നീ ഇത് കലക്കില്ലേ. ആകെ 2 ഡയലോഗല്ലേ ഉള്ളൂ, അത് നീ പഠിച്ചില്ലേ? അതൊക്കെ എപ്പോഴും പഠിച്ചു. ചേട്ടാ പിന്നെ സ്റ്റേജിലേക്ക് സമയമായി. കലക്കണം കേട്ടോ, ഡയലോഗ് തെറ്റിക്കല്ലേ ചേട്ടാ. അങ്ങനെ ജാക്സൺ ആദ്യമായി നാടക മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു. രംഗത്ത് വിവിധ വേഷങ്ങൾ അരങ്ങു തകർത്തുകൊണ്ടിരുന്നു. സംവിധായകനും കഥാകൃത്തും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. വളരെ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങിയത്. അങ്ങനെ ഇനാശ്ശേരി നാടക സംഘം പുറത്തായി. തുടർന്ന് സംഘാംഗങ്ങൾ ജാക്സന് പുരസ്കാരങ്ങളും പ്രശംസാപത്രവും നൽകി യാത്രയാക്കി. ജാക്സൺ നാടകരംഗത്ത് നിന്നും വിരമിക്കാൻ തീരുമാനിച്ചു. സാർ എനിക്ക് സിനിമയിൽ ചാൻസ് തരികയാണെങ്കിൽ ഞാനെന്നും സാറിനോട് നന്ദിയുള്ളവനായിരിക്കും. മിമിക്രിയും നാടകവും കളിച്ച് പരിചയമുണ്ട്. അല്ല ഇതാര്? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? കാര്യം നടന്നില്ലേ? എവിടെ, എല്ലായിടത്തും വലിയ കളികളാ. അല്ല മിമിക്രി എന്തായി? മിമിക്രി നാടകമൊക്കെ നോക്കി, നടന്നില്ല. വലിയ വലിയ സംവിധായകർക്ക് കത്തും എഴുതി, ആരും വിളിച്ചില്ല. മടുത്തു തുടങ്ങി. അതാ ഞാൻ അന്ന് പറഞ്ഞത്, ആദ്യം നീ വീട്ടിലേക്ക് തിരിച്ചു വരണം. അപ്പന് സുഖമില്ലാതിന് ശേഷം ആ കോഴിക്കട പൂട്ടി കിടക്കുകയല്ലേ, അതൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നിട്ട് ആദ്യം കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. കയ്യിൽ കാശുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. ഞാൻ നിന്നോടുണ്ട്. നീ ഇങ്ങനെ മൂടോട്ടോ ഇങ്ങോട്ട് വന്നേ. വാ. ഇന്നിപ്പം 4ാമത്തെ ആൾക്കാരാ മര്യാദയ്ക്ക് പാല് തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന് പറയണത്. ഞാൻ പറഞ്ഞു ഇവിടെ കൊണ്ടുതരാനൊന്നും ആളില്ലെന്ന്. എന്നെ കൊണ്ട് പാടില്ല ഈ പ്രായത്തിൽ കണ്ടടം തണ്ടി നടന്ന് പാൽ വിതരണം നടത്താൻ. ഇവിടത്തെ ഒരു മാപ്പിള കിടന്നിടത്തുനിന്ന് എണീക്കണില്ല. വേറൊരു പുള്ള തല തിരിഞ്ഞും പോയി. ഒരു നല്ല സമാധാനത്തിൽ ചാവാൻ പറ്റുന്നു തോന്നുന്നില്ല. എന്റെ കർത്താവേ, എന്റെ ഒരു തലവിധി. ഒന്നും നിർത്തടി, ഇത് എപ്പോ തുടങ്ങിയതാ? കാലത്ത് അതെ, നീ ഞാൻ കാരണം ഇവിടെ ആർക്കും നല്ല മരണം കിട്ടാണ്ടിരിക്കണ്ട. ആരും ഇരുന്ന് പ്രാഗം വേണ്ട. നീ ഞാൻ ഇവിടെ ഉണ്ടാവും. കോഴിക്കട ഞാൻ തുറക്കാൻ പോവാ. കോഴിക്കച്ചവടം കൃഷിയൊക്കെ എങ്ങനെയെന്ന് നീ ജാക്സൺ കാണിച്ചു തരാം എല്ലാവർക്കും. എന്റെ മാതാവേ, നിന്റെ ഒരു ശക്തി. കണ്ടോടി, അവൻ എന്റെ മോന. ചേട്ടോ, ചേട്ടാ, കോഴി. നീ വന്നോ? വാ, അകത്തേക്ക് വെച്ചേക്ക്. എന്റെ അടുത്ത് നിൽക്കാൻ യേശുവുണ്ടേ, എല്ലാരും വരുവിൻ. അതാ ഫ്രിഡ്ജിലേക്ക് വെച്ചേക്ക്. എന്തേ അവിടെ ഇരിക്കണത്? എന്താ പരിചയം തോന്നുന്നുണ്ടോ? അതാണ് സംവിധായകൻ അഭയരാജ്. ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാ. ബന്ധുവാ. ഞാൻ ജാക്സൺ, കോഴിയുടെ പരിപാടിയാ. അല്ല, ഇവിടെ കോഴീനെ കൊണ്ടുവന്നാ. ശരി. സാറിന്റെ സിനിമയിൽ എനിക്കൊരു ചാൻസ് തരുമോ?
നല്ല റോള് വേണം. നീ ആളു കൊള്ളാലോടാ. സഡൻ അറ്റാക്ക് ആണല്ലോ. നിനക്ക് അഭിനയിക്കാൻ അറിയോ? പിന്നെ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. 1 വർഷം മുമ്പാ. ഞാനിപ്പോ ഇങ്ങനെ അടുപ്പിച്ചൊന്നും സിനിമ ചെയ്യാറില്ലടാ. പക്ഷേ എൻ്റെ അടുത്ത സിനിമയിൽ നിനക്കൊരു റോളുണ്ട്. നീ തന്നെ ചെയ്താൽ മതി. നന്ദി സാർ. ഒരു റോളിന് വേണ്ടി ഒരുപാട് നാൾ അലഞ്ഞിട്ടുണ്ട്. ആരും തന്നിട്ടില്ല. സാറിന്റെ ദൈവമാണ്. സാറിന്റെ ദൈവം അനുഗ്രഹിക്കും. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ജാക്സൺ. ജാക്സൺ. നിന്നെ കണ്ടപ്പോഴേ തോന്നി നീ നിസ്സാരക്കാരനല്ല. സിനിമ നിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ. നന്ദി സാർ. സാറിന്റെ സിനിമ എത്ര തല്ലിപ്പുള്ളിയാണെങ്കിലും എന്റെ റോള് ഞാൻ കലക്കും. ഞാൻ കലക്കും സാർ. പിന്നൊരു കാര്യം. എന്താ സാർ, കാശ് എന്തെങ്കിലും? എത്ര എടുക്കാനുണ്ടാവും? ഒരു 350. അതൊന്നും പോരാ. പിന്നെ ഞാൻ നിന്നെ ഒരു താരമാക്കുമ്പോ നീ വേണം അതിന് നിർമ്മാതാവിനെ കൊണ്ടുവരാൻ. അതിനൊരുപാട് കാശാവില്ലേ സാർ? പിന്നെ ഒരുപാട് കാശാവും. വെറുതെ കയറി സ്റ്റാർ ആകാൻ പറ്റുമോ? നീ നോക്ക്, പറ്റിയ ഒരാളെ തപ്പാൻ നോക്ക്. കാശുള്ള ആരെങ്കിലും കിട്ടി അങ്ങോട്ട് പോരും. അപ്പൊ ശരി. എന്നാ പോട്ടെ സാറേ. ചേട്ടാ എന്തിനാണ് ഇവന്മാരേക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു? ഇല്ലെങ്കിൽ വലിയ ശല്യമായിരിക്കും. പിന്നെ നമ്മുടെ പൊട്ടഭാഗ്യത്തിനെങ്ങാനും വല്ല കാശുകാരനും വന്ന് ചാടിയാലോ. പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു. ഫഹദ് ഫാസിലിന്റെ പുതിയ ചിത്രവും സൂപ്പർ ഹിറ്റിലേക്ക്. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടുവാൻ ഫഹദിന് കഴിഞ്ഞു. ശക്തി, ഞാൻ സിനിമയിൽ ചാൻസ് കൂപ്പിട്ട് നടക്കുമ്പോ இந்த ஃபஹத் ஃபாசில் யாருமே அல்ல. ഇന്ന് ഇവൻ വലിയ സ്റ്റാറായി. அண்ணா உங்களுக்கு நடிக்க தெரியுமா? எந்த சக்தி நீ இந்த மாதிரி பேசுற? நான் பெரிய ஆக்டர். நீ டைரக்டர் அபயராஜ் சார்னு தெரியுமா? பெரிய டைரக்டர். എനിക്കൊരു നല്ല റോള് തരാമെന്ന് പറഞ്ഞിരിക്കேன். அப்படியா? அந்த டைமுக்கு இந்த கடை க்ளோஸ் பண்ணுமா? റോൾ கிடைச்சால் போட்டு. നിനക്ക് വല്ല പ്രൊഡ്യൂസറിനെ അറിയോ? நிறைய தெரியும். கேடி குஞ்சுமோன். ശരിക്കും தெரியுமா? கொம்பு மாதிரி மீச திருக்கி கை கும்பிட்டு படத்தில் பார்த்துருக்கேன். ചേട്ടാ, ചേട്ടനോട് ആശുപത്രിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ കാര്യം? അറിയില്ല, ചെല്ലാൻ പറഞ്ഞു. ശക്തി, சொல்லுங்க. നീ അത് ഹോട്ടലിൽ കൊണ്ടുപോയി കൊടു. சரிண்ணா, ഞാൻ പോയി വരാം. சரி போயிட்டாங்க. എടാ, പേഷ്യന്റിന് അത്യാവശ്യമായിട്ട് വേണ്ടി വന്നു. ആവശ്യത്തിന് ബ്ലഡ് ഇവിടെ ഉണ്ട്. എന്നാലും നീ ആ മൈത്രി ക്ലബിലെ വിജയോടൊന്ന് പറഞ്ഞേക്ക്. അവൻ ആരെങ്കിലും പറഞ്ഞു വിട്ടോളും. ഓക്കെ ഡോക്ടറെ, ഒരു മിനിറ്റ്. അതെ, ഇതൊക്കെ സ്ഥിരം പരിപാടിയാ. എന്ത് അത്യാവശ്യം വന്ന വേറെ ഗ്രൂപ്പ് കയറ്റിക്കോ. ബ്ലഡ് ഒക്കെ ഒന്നല്ലേ. എടാ, എന്താണ്? ഹലോ, ആ കോഴിക്കടയാണ്. അതെയാ? എത്ര കിലോനാ? 15. ആ തിരുവില്ലല്ലേ? ശരി, അറിയാം. വൈകില്ല. അപ്പൊ കൊണ്ടുവരാം. ഓക്കെ. എടാ, ബ്ലഡ് അത് ഞാൻ പറഞ്ഞോളാന്ന്. ഹലോ, അതെ, ഇവിടെ എവിടെയും നല്ല വയലുള്ളത്? പാടമാണോ? അതെ, പാടം. നിങ്ങളെ ഇവിടുന്ന് നേരെ പോയിട്ട് കിണറിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ട് നേരെ പോയിക്കോ. കിണറിന്റെ അടുത്ത് കുറെ പാടുണ്ട്. മോനെ, ഇവിടെ ഈ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ടോ? സിനിമ, ടെലി സിനിമ ഉടനെ ചെയ്യും. ആരാ നടൻ?